ഹലോ, എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഇന്ന് എൻ്റെ വളരെ അബ്നോർമലായിട്ടുള്ള ഒരു ഈവനിങ് കണ്ടാലോ. ഇവിടെ കാര്യങ്ങളൊക്കെ കുറേശ്ശെ ബാക്ക് ടു നോർമലായിട്ട് വരുന്നേ ഉള്ളൂ. ഫ്ലഡിന് ശേഷം മെട്രോ ഒക്കെ സർവീസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ റൂട്ടിലേക്കില്ലെങ്കിലും അത്യാവശ്യമൊക്കെ ഓടി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് എനിക്ക് വളരെയധികം മടി തോന്നിയത് കാരണം ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ഷെഫിൻ്റെ ഓഫീസിലേക്കാണ് ചെന്നത്. ഒരു 3:45 ഒക്കെ ആയപ്പോഴേക്കും ഞാൻ അവിടേക്ക് എത്തി. ഇവിടെ വന്നാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ബസ്സും നടന്നൊക്കെ വീട്ടിലെത്തണ്ട, എനിക്ക് സുഖമായിട്ട് പോകാം. പക്ഷെ എപ്പോഴും അവൻ ഇറങ്ങാൻ കുറച്ച് വൈകലുണ്ട്. ഞാൻ ചെന്നപ്പോഴും ആൾ നല്ല തിരക്കിലായിരുന്നു. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് എനിക്ക് ബോറടിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെടിയുടെയും ചെയറിൻ്റെയും ടേബിളിൻ്റെ ഒക്കെ വീഡിയോ എടുത്ത് ഞാൻ സ്വയം സായുജ്യം അടഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോഫി കൊണ്ട് തന്നു. സത്യം പറഞ്ഞാൽ ഈ കോഫി ഞാൻ വായടച്ചിരിക്കാൻ വേണ്ടി തന്നതാണ് കേട്ടോ. കാരണം എപ്പോഴും ഞാൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കോഫിയും വാങ്ങി ഞാൻ വിസിറ്റേഴ്സ് ലോഞ്ചിൽ ഇരുന്നാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ നേരത്തെ ഒരു പ്രത്യേക ഭംഗിയാണ് പുറത്തെ കാഴ്ചകൾ കാണാനായിട്ട്. ആ സൺലൈറ്റിൻ്റെ ഒരു 6 o'clock ഒക്കെ ആയപ്പോൾ ആൾ പണി തീർത്ത് ബാക്കി വർക്ക് ഫ്രം ഹോം ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങി. ഞാൻ പിന്നാലെ നടന്നു. അവിടെ ലേബർ ക്യാമ്പിലെ വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഈ പള്ളി കാണാനൊരു പ്രത്യേക രസമാണ് കേട്ടോ. ഈ മഴയൊക്കെ മാറിക്കഴിഞ്ഞതിൻ്റെ പിന്നാലെ നല്ലൊരു പ്രത്യേക ഭംഗിയും കൂടി ഉണ്ട്. പക്ഷെ വെള്ളമൊക്കെ എപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടായത് പക്ഷികൾക്കാണ്. ഞങ്ങൾ അങ്ങനെ ഒരു 6:15 ഒക്കെ ആയപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഷെയ്ഖ് സായിദ് റോഡ് വളരെ ക്ലിയർ ആയിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, ബ്ലോക്കും ഉണ്ടായിരുന്നില്ല. പോണ വഴിക്ക് ഈ ബിൽഡിങ്, ഞാൻ എപ്പോൾ ഈ വഴി പോയിട്ടുണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങിനോട് എനിക്കൊരു പ്രത്യേക സ്നേഹമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും എന്നും എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കലുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായി ഇന്നും എടുത്തു. അവിടെ നിന്ന് നേരെ ദുബായ് ഫ്രീ സോൺ ഏരിയ കട്ട് ചെയ്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അവിടെ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്, ഇപ്പോഴും അവിടെ ട്രാഫിക് കൺട്രോൾ ഉണ്ട്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു. 6 മണിക്ക് ഇറങ്ങി ഞങ്ങൾ 9 മണിക്കാണ് ബിൽഡിങ്ങിൻ്റെ താഴെ എത്തുന്നത്. 9 മണി ആയോടെ കൂടി ഒരുപാട് ക്ഷീണമൊക്കെ ആയി. ഇനി വീട്ടിൽ ചെന്ന് കുക്കിംഗ് ഒന്നും നടക്കില്ല എന്ന് ഉറപ്പായപ്പോൾ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡും വാങ്ങിയിട്ടാണ് പോയത്.